സ്റ്റുഡൻസ്, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് 22nd ചാപ്റ്റർ ആയിട്ടുള്ള കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. സോ എന്താണ് ആക്ച്വലി കോർഡിനേഷൻ കോമ്പൗണ്ട്? സോ കോംപ്ലക്സ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്താണ് നമുക്ക് എന്തും പറയാം, കോംപ്ലക്സ് കോമ്പൗണ്ട്സ് പറയാം. അങ്ങനത്തെ കോമ്പൗണ്ടുകളുടെ പ്രത്യേകത എന്താ? ദോസ് ആർ മോളിക്കുലർ കോമ്പൗണ്ട്സ് വിച്ച് റീറ്റെയിൻ ദിയർ ഐഡന്റിറ്റി ഇൻ സോളിഡ് ആസ് വെൽ ആസ് ഇൻ സൊല്യൂഷൻസ്. അതായത് അവർക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയാനുള്ള കാര്യം എന്താണ്? അവരുടെ ഐഡന്റിറ്റി അവർ സോളിഡ് സ്റ്റേറ്റിലും അവർ ആ ഐഡന്റിറ്റി കീപ്പ് ചെയ്യും. അതേപോലെ തന്നെ എന്താണ്, സൊല്യൂഷൻ ആകുമ്പോൾ അതായത് അക്വ സ്റ്റേറ്റിലായാലും എന്താണ് അവർക്ക് ആ ഒരു കോമ്പൗണ്ടിന്റെ ഐഡന്റിറ്റി അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ളവരെ നമ്മൾ എന്താ പറയുന്നത്, കോംപ്ലക്സ് അല്ലെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയും. സോ ഈ കോമ്പൗണ്ടുകളിൽ എന്താണ്, മെറ്റൽ ആറ്റംസ് എന്താണ് എപ്പോഴും ഒരു നമ്പർ ഓഫ് ആനിയോൺസുമായിട്ട് എന്തായിരിക്കും, ബൗണ്ടഡ് ആയിരിക്കും. ഏതാണോ ആ മെറ്റൽ ആറ്റം അതെപ്പോഴും എന്താണ് ഒരു നമ്പർ ഓഫ് ആനിയോൺസുമായിട്ട് ബൗണ്ടഡ് ആണ്. സോ അതിന് നമുക്കൊരു എന്താണ് ഒരു എക്സാമ്പിൾ ആണ് K4FeCN6 എന്ന് പറയുന്നത്. നമ്മൾ വാട്ടർ അക്വ സൊല്യൂഷൻ ആക്കുക, ലിക്വിഡിനകത്തിൽ സൊല്യൂട്ട് ആക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4K++FeCN6 എന്താണ് 4 എന്ന് കിട്ടും. അപ്പൊ അവിടുത്തെ മെറ്റൽ Fe അയൺ എന്ന് പറയുന്നത് എന്താണ്, സി എന്ന് പറയുന്ന ഒരു നമ്പർ ഓഫ് ആനയോണുമായിട്ട് നെഗറ്റീവ് ചാർജ് ഉള്ളതുമായിട്ട് എപ്പോഴും എന്താണ് കോമ്പൗണ്ടഡ് ആയിരിക്കും അല്ലെങ്കിൽ ബൗണ്ടഡ് ആയിരിക്കും. അതാണ് നമ്മൾ ആ ഒരു വേറെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിലായിട്ട് നമ്മൾ എഴുതുന്നത്. സോ ഫസ്റ്റ് ഈ ഒരു തിയറി പറഞ്ഞത് വെർണർ ആണ്. സോ വെർണേഴ്സ് കോർഡിനേഷൻ തിയറി എന്താ നോക്കാം. കോംപ്ലക്സ് കോമ്പൗണ്ടിൽ എന്താണ്, മെറ്റൽ ആറ്റം രണ്ട് ടൈപ്പ് വാലൻസീസ്, അതായത് പ്രൈമറി വാലൻസിയും സെക്കൻഡറി വാലൻസിയും രണ്ട് ടൈപ്പ് വാലൻസി കാണിക്കുന്നുണ്ട് കോംപ്ലക്സ് കോമ്പൗണ്ടിനകത്ത്. പ്രൈമറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്ന ആരാണ്? ആനിയോൺസ് ആണ്. അതായത് സെക്കൻഡറി വാലൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ലിഗാൻഡുകളുമാണ്. ഓക്കെ, അപ്പൊ കോർഡിനേഷൻ കോമ്പൗണ്ടുകളിലുള്ള മാത്രം പ്രത്യേകതയാണ് പ്രൈമറി വാലൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആനിയോൺസും, അത് നെഗറ്റീവ് ചാർജ് ഉള്ള എലിമെന്റ്സും അല്ലെങ്കിൽ അയോൺസും. അതേപോലെ തന്നെ സെക്കൻഡറി വാലൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലിഗാൻഡുകളാണ്. സോ എന്താണ് ലിഗാൻഡ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ പ്രൈമറി വാലൻസി എന്താണ്, എപ്പോഴും സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് ആ ഒരു സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ കോർഡിനേഷൻ നമ്പറിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ പ്രൈമറി വാലൻസി എപ്പോഴും എന്താണ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ കോർഡിനേഷൻ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കോർഡിനേഷൻ നമ്പർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ കോർഡിനേഷൻ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സെക്കൻഡറി വാലൻസി വരുന്നത്. സെക്കൻഡറി വാലൻസി ആരാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? ലിഗാൻഡുകളാണ്. പ്രൈമറി വാലൻസി എപ്പോഴും എന്താണ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുന്നത്. അപ്പൊ അതാരാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? ആനിയോൺസ് ആണ്. സോ പ്രൈമറി വാലൻസീസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് അയണൈസബിൾ ആണ്. ഓക്കെ, primary valencies are always ionizable and non-directional. Okay, ionizable ആണ്, അതേപോലെ തന്നെ നോൺ ഡയറക്ഷണബിൾ ആണ്. സെക്കൻഡറി വാലൻസീസ് എന്താണ് നോൺ അയനൈസബിൾ, ഡയറക്ഷണൽ ആണ്. തിരിഞ്ഞു വരുന്നത് പ്രൈമറി വാലൻസീസ് അയനൈസബിൾ ആണ്, നോൺ ഡയറക്ഷണൽ ആണ്. സെക്കൻഡറി വാലൻസീസ് നോൺ അയനൈസബിൾ ആണ്, അതുപോലെ തന്നെ ഡയറക്ഷണൽ ആണ്. സോ ജോമെട്രി ഓഫ് കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും ആരാണ് എന്താണ് ഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യുക? സെക്കൻഡറി വാലൻസീസ്. ബിക്കോസ് അത് സെക്കൻഡറി വാലൻസീസ് ആണ് എന്തെന്ന് പറയുന്നത് ഡയറക്ഷണൽ ആയിട്ടുള്ളത്. അതുകൊണ്ട് കോംപ്ലക്സിന്റെ ഒരു ജോമെട്രി അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡിസൈഡ് ചെയ്യുന്ന ആരായിരിക്കും? സെക്കൻഡറി വാലൻസീസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം എന്താണ് പ്രൈമറി വാലൻസീസ് ആണ് എന്താണ് ഡോട്ടഡ് ലൈൻസ് കാണിച്ചിട്ടുള്ളത് CL. അപ്പം രണ്ട് CL നമുക്ക് എന്താണ് ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ട് കാണിച്ചിട്ടുള്ളത് അയനൈസബിൾ ആയിട്ടുള്ളത്. അവര് പ്രൈമറി വാലൻസീസ് ആണ് കാണിക്കുന്നത്. സെക്കൻഡറി വാലൻസീസ് ആണ് ഒറ്റ സ്ട്രെയിറ്റ് ലൈൻ കാണിച്ചിട്ടുള്ളത്. സോ ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് ടേംസ് ഉണ്ട്. അതായത് നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്ന ആ പ്രത്യേകതരം കോമ്പൗണ്ടിൽ മാത്രം പഠിക്കുന്ന കുറച്ച് ടേംസ് ആണ്. ഒന്നാണ് ലിഗാൻഡ്. അതായത് അയോൺസ് ഓർ മോളിക്യൂൾസ് ബൗണ്ട് ടു ദ സെൻട്രൽ ആറ്റം ഓർ അയോൺ ഇൻ ദ കോർഡിനേഷൻ എന്റിറ്റി ആർ കോൾഡ് ലിഗാൻഡ്. നമ്മുടെ ആ സെൻട്രൽ ആറ്റം അല്ലെങ്കിൽ അയോൺ ആ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിനകത്തില് സെൻട്രൽ ആറ്റവും അല്ലെങ്കിൽ അയോണുമായിട്ട് എന്താണ് ബൗണ്ടഡ് ആയിട്ട്, അതായത് അതിനോട് ചേർന്നിരിക്കുന്ന അയോൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ലിഗാൻഡുകൾ എന്ന് പറയുന്നത്. അപ്പം ഒരു സെൻട്രൽ ആറ്റം അല്ലെങ്കിൽ അയോൺ ഒരു കോർഡിനേഷൻ എന്റിറ്റി, മൊത്തം എന്റിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മൊത്തം സംഭവത്തിനെയാണ് നമ്മൾ എന്റിറ്റി എന്ന് പറയുന്നത്. അതിനോട് സെൻട്രൽ ആറ്റത്തിനോട് അയോണിനോട് ചേർന്നിരിക്കുന്ന അയോൺ, വേറൊരു അയോൺ അല്ലെങ്കിൽ ഒരു മോളിക്യൂളിനെ നമ്മൾ എന്താ പറയും? ലിഗാൻഡ് എന്ന് പറയും. സോ എത്ര ടൈപ്പ് ലിഗാൻഡുകൾ ഉണ്ട്? ഒന്ന് യൂണിഡെന്റേറ്റ് ഉണ്ട്. ഓക്കെ, യൂണിഡെന്റേറ്റ് ഉണ്ട്, ഡൈഡെന്റേറ്റ് ഉണ്ട്. സോ യൂണിഡെന്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? A ligand which is bound to a metal ion through a single donor atom. ഒരു സിംഗിൾ ഡോണർ ആറ്റം വഴി ഒരു മെറ്റൽ അയോണുമായിട്ട് ബൗണ്ട് ചെയ്തിരിക്കുന്നത്, അതായത് ഒരു സിംഗിൾ ഡോണർ ആറ്റം മാത്രം വഴി ഒരു ലിഗാൻഡുമായിട്ട് ബൗണ്ട് ചെയ്തിരിക്കുന്നു. ലിഗാൻഡ് ഒരു മെറ്റൽ അയോണുമായിട്ട് ബൗണ്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? യൂണിഡെന്റേറ്റ് എന്ന് പറയാം. സോ H2O, NH3, CO, Cl- NHF2 അതൊക്കെ എന്താണ് യൂണിഡെന്റേറ്റ് ലിഗാൻഡുകളാണ്. ഡൈഡെന്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? A ligand which is bound to a metal ion through two donor atoms. രണ്ട് ഡോണർ ആറ്റം വഴി, അതായത് അപ്പൊ നമുക്ക് CO- ഒരു രണ്ട് CO- ബോണ്ട്. അപ്പൊ ഓക്സലേറ്റ് അയോൺ ആണ്. എത്തിലീൻ ഡയമീൻ ഉണ്ട്, CH2NH2 എന്ന് പറയുന്ന ബോണ്ട്. അപ്പൊ അങ്ങനെ രണ്ട് ഡോണർ ആറ്റംസ് ചേർന്നിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്യും.
ആ രണ്ട് ഡോണർ ആറ്റംസ് വഴി എന്താണ് മെറ്റൽ അയോണുമായിട്ട് ബൗണ്ട് ചെയ്തിരിക്കുന്ന ലിഗാൻഡ്. ലിഗാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അയോൺ അല്ലെങ്കിൽ മോളിക്കുളാണ് ഈ സെൻട്രൽ മെറ്റൽ അയോൺ അല്ലെങ്കിൽ ആറ്റത്തിനോട് ബൗണ്ട് ചെയ്തിരിക്കുന്നത്. അതുമായിട്ട് ബൗണ്ട് ചെയ്യാനായിട്ട് രണ്ട് ഡോണർ ആറ്റം വേണമെങ്കിൽ അവരെ നമ്മൾ എന്താ പറയും, ഡൈഡന്റേറ്റ് എന്ന് പറയും. ഇനി പോളിഡന്റേറ്റ് എന്തായിരിക്കും? എ ലിഗാൻഡ് വിച്ച് ഈസ് ബൗണ്ട് ടു എ മെറ്റൽ അയോൺ ത്രൂ സെവറൽ ഡോണർ ആറ്റംസ്. ഒരുപാട് ഡോണർ ആറ്റംസ് വഴി ഒരു മെറ്റൽ അയോണുമായിട്ട് ബൗണ്ട് ചെയ്തിരിക്കുന്ന ലിഗാൻഡിനെ നമ്മൾ എന്താ പറയും, പോളിഡന്റേറ്റ് എന്ന് പറയും. അതിന്റെ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, EDTA, എഥിലീൻ ഡയമീൻ ടെട്രാസെറ്റേറ്റ് അയോൺ എന്ന് പറയുന്നത്. നമ്മൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് പോളിഡന്റേറ്റ് എന്ന് പറയുന്നത്. സോ അതിനകത്തിലെ എഥിലീൻ ഡയമീൻ ടെട്രാസെറ്റേറ്റ് അയോൺ, അത് ADT എന്നുള്ളത് മറക്കാതിരിക്കാം. നെക്സ്റ്റ് ആണ് ആംബിഡന്റേറ്റ് ലിഗാൻഡ്. അങ്ങനെയുള്ള ലിഗാൻഡുകൾ എന്താണ്? വിച്ച് ക്യാൻ ലിഗേറ്റ് ടു ടു ഡിഫറെന്റ് ആറ്റംസ്. രണ്ട് ഡിഫറെന്റ് ആറ്റംസ് വഴി എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഒരു സെൻട്രൽ മെറ്റൽ അയോണുമായിട്ട് ലിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ബൗണ്ട് ചെയ്യാനായിട്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് എന്ന് പറയുന്നത് NO2, അതേപോലെ തന്നെ എന്താണ് ONO2, പിന്നെ SCN, NCS, അങ്ങനത്തെ രണ്ട് ഡിഫറെന്റ് ആറ്റംസും വഴി എന്താണ് അതിന് സെൻട്രൽ ആറ്റവുമായിട്ട് ലിഗേറ്റ് ചെയ്യാനായിട്ട്. പിന്നുള്ള ഒരു ടൈപ്പുകളുണ്ട് കീലേറ്റ് ലിഗാൻഡ് എന്ന് പറയും. ഇവരെന്താണ്? ഒന്നുകിൽ അവർക്ക് ഡൈഡന്റേറ്റ് ആവാം അല്ലെങ്കിൽ പോളിഡന്റേറ്റ് ലിഗാൻഡ് ആവാം, വിച്ച് ഫോം ക്ലോസ്ഡ് റിംഗ് വിത്ത് സെൻട്രൽ മെറ്റൽ അയൺ. അപ്പൊ ഒരു സെൻട്രൽ മെറ്റൽ അയണുമായിട്ട് ഒരു ക്ലോസ്ഡ് റിംഗ് ഫോം ചെയ്യുന്ന ടൈപ്പ് ലിഗാൻഡുകളാണ് നമ്മൾ എന്ന് പറഞ്ഞത് കീലേറ്റ് ലിഗാൻഡ് എന്ന് പറയുന്നത്. സോ കീലേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡൈഡന്റേറ്റ് ആവാം അല്ലെങ്കിൽ പോളിഡന്റേറ്റ് ആവാം. അവർ സെൻട്രൽ മെറ്റൽ അയോണുമായിട്ട് എന്താണ് ഒരു ക്ലോസ്ഡ് റിംഗ് ഫോം ചെയ്യും. ക്ലോസ്ഡ് റിംഗിനെ നമ്മൾ എന്താ പറയുന്നത്? കീലേറ്റ് റിംഗ് എന്ന് പറയും. കീലേറ്റ് ലിഗാൻഡ് ഫോം ചെയ്യുന്നതുകൊണ്ട് നമ്മളെ കീലേറ്റ് റിംഗ് എന്ന് പറയും. സോ നമ്പർ ഓഫ് മോർ കീലേറ്റ് റിംഗ് ഇൻ കോംപ്ലക്സ് വിൽ ബി മോർ സ്റ്റേബിൾ. എത്രത്തോളം കീലേറ്റ് റിങ്ങുകൾ ഒരു കോംപ്ലക്സിനകത്ത് അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിനകത്തുണ്ടോ അത്രയും കൂടുതൽ അത് എന്തായിരിക്കും, ആ ഒരു കോംപ്ലക്സ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിരിക്കും. സോ നമ്പർ ഓഫ് സച്ച് ലിഗേറ്റിംഗ് ഗ്രൂപ്പ്സ് ഈസ് കോൾഡ് ദ ഡെന്സിറ്റി. അപ്പൊ എത്ര നമ്പർ ഓഫ് കീലേറ്റ് ലിഗാൻഡുകൾ, കീലേറ്റ് റിങ്ങുകൾ അതിനകത്തുണ്ട് എന്നുള്ളതിനെ നമ്മൾ എന്താ പറയുന്നത്? ഡെന്സിറ്റി എന്ന് പറയും. നമ്പർ ഓഫ് എത്ര ലിഗാൻസ് ഉണ്ട്, ആ നമ്പറിനെ നമ്മൾ എന്താ പറയുന്നത്? ഡെന്സിറ്റി എന്ന് പറയും. സോ നെക്സ്റ്റ് നമ്മൾ വേറൊരു ടേം കൂടെ പറഞ്ഞായിരുന്നു, കോർഡിനേഷൻ നമ്പർ, അല്ലെ? നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു എന്താണ്, നമ്മൾ സെക്കൻഡറി വാലൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ കോർഡിനേഷൻ നമ്പർ ആണ്. പ്രൈമറി വാലൻസിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് കോർഡിനേഷൻ നമ്പർ? കോർഡിനേഷൻ നമ്പർ ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഈസ് ഡിഫൈൻഡ് as the number of ligand atoms or ions surrounding the central metal atom in a complex ion. ഒരു കോംപ്ലക്സ് അയോൺ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് അയോണിനകത്തിൽ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിനകത്തില് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ചുറ്റും എത്ര നമ്പർ ഓഫ് ലിഗാൻഡ് അല്ലെങ്കിൽ ഡോണർ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതുവഴി ബൈൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എത്ര നമ്പർ ഓഫ് ലിഗാൻഡ് ആറ്റംസ് അല്ലെങ്കിൽ അയോൺസ് ഒരു സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ചുറ്റും ഉണ്ട് എന്നുള്ളതിന്റെ ആ നമ്പറിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. സോ നമ്പർ ഓഫ് ലിഗാൻഡ് ആറ്റംസ് ഓർ അയോൺ സറൗണ്ടിങ് ദ സെൻട്രൽ മെറ്റൽ ആറ്റം. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കൊബാൾട്ട്. ഓക്കെ, ഈ കൊബാൾട്ട് CONH3 6 times 3+ എന്നാണ് ആ ഒരു കോർഡിനേഷൻ നമ്പർ. അപ്പൊ ആ കോർഡിനേഷൻ കോമ്പൗണ്ട് ആയിട്ട് നമ്മൾ ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിൽ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇതിനകത്തിൽ കൊബാൾട്ടിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 6 ആണ്. എന്തുകൊണ്ടാ? കൊബാൾട്ടിന് ചുറ്റും എത്ര ഡോണർ ആറ്റം അല്ലെങ്കിൽ അയോൺ ഉണ്ട്? NH3യുടെ 6 എണ്ണം ഉണ്ട് അല്ലെ? NH3 6 times ആണ്. NH3യുടെ ബ്രാക്കറ്റ് ഐഡിയിൽ 6 ഉണ്ട് അല്ലെ? അപ്പൊ 6 NH3 എന്താണ് മോളിക്യൂൾസ് ആ ഒരു കൊബാൾട്ടിന് ചുറ്റും എന്താണ് ലിഗാൻഡ് ആയിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ 6 എണ്ണമായിരിക്കും എന്തെന്ന് പറയുന്നത്? കൊബാൾട്ടിന്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. സോ എത്ര നമ്പർ ഓഫ് ലിഗാൻഡ് ആറ്റംസ് അല്ലെങ്കിൽ അയോൺസ് ആ ഒരു സെൻട്രൽ മെറ്റൽ ആറ്റം ഇവിടെ എന്താണ്? കൊബാൾട്ട് ആണ്, CO ആണ് അല്ലെ? അതിന് ചുറ്റും എത്ര നമ്പർ ഓഫ് ലിഗാൻഡ് ആറ്റം അല്ലെങ്കിൽ അയോൺസ് ഉണ്ട് എന്നുള്ള നമ്പർ ആണ് എന്തെന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ നമ്പർ എന്നാണ്. ഇപ്പൊ ഇവിടെ NH3യുടെ 6 എണ്ണം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ് കൊബാൾട്ടിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 6 എണ്ണം. ഇനി കോർഡിനേഷൻ സ്ഫിയർ എന്താണ്? സെൻട്രൽ മെറ്റൽ ആറ്റവും ലിഗാൻസും എന്താണ്? വിച്ച് ആർ ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു ഇറ്റ് ആർ എൻക്ലോസ്ഡ് ഇൻ എ സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പൊ നമ്മൾ എപ്പോഴും എന്താണ് സെൻട്രൽ മെറ്റൽ ആറ്റവും അതിനോട് ഡയറക്ട്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലിഗാൻഡുകളെയും കൂടെ നമ്മൾ ചേർത്തിട്ട് എന്ത് എഴുതും? ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്തിൽ എഴുതും. അത്രേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോർഡിനേഷൻ സ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് CR ഉണ്ട്, NH3 4 times ഉണ്ട്, Cl2 ഉണ്ട്, പിന്നെ അതിന് വെളിയിൽ വേറൊരു Cl കിടക്കും. അപ്പം ആ ഒരു Cl എന്ത് വരില്ല? കോർഡിനേഷൻ സ്ഫിയറിനകത്ത് വരില്ല. ആ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന അത്രയും ആൾക്കാർ മാത്രമേ എന്ത് വരുള്ളൂ? കോർഡിനേഷൻ സ്ഫിയർ നമുക്ക് പറയാൻ പറ്റും. അതാണ് കോർഡിനേഷൻ സ്ഫിയർ. നമ്മൾ എപ്പോഴും സെൻട്രൽ ആറ്റവും അതിനോട് ചേർന്നിരിക്കുന്നത് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്നവരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കോർഡിനേഷൻ സ്ഫിയറിൽ എഴുതുള്ളൂ. ഈ വെളിയിലിരിക്കുന്ന Cl എന്തല്ല, ആ CR-ഉമായിട്ട് ക്രോമിയോ ആയിട്ട് എന്താണ് ഡയറക്ട്ലി അറ്റാച്ച്ഡ് അല്ല. അതുകൊണ്ട് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളവരെ മാത്രം ചേർത്ത് നമ്മൾ കോർഡിനേഷൻ സ്ഫിയർ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതും. അതിന് നമ്മൾ കോർഡിനേഷൻ സ്ഫിയർ പറയും. ഇനി ഓക്സിഡേഷൻ നമ്പർ എന്താ? ഒരു കോംപ്ലക്സ് അയോൺ അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിനകത്തിലെ ഒരു മെയിൻ മെറ്റൽ അയോൺ എന്ന് പറയുന്നതിന് അതിനകത്തുള്ള നെറ്റ് ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സം ഓഫ് ചാർജസ് ഓൺ ദ സെൻട്രൽ ആറ്റവും അതിന്റെ സറൗണ്ടിങ് ലിഗാൻഡും ആയിരിക്കും അല്ലെ? ആ ഒരു കോംപ്ലക്സ് അയോണിന്റെ ടോട്ടൽ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ സെൻട്രൽ ആറ്റത്തിലും അതേപോലെ തന്നെ അതിന്റെ ചുറ്റുമുള്ള ലിഗാൻഡുകളും അതിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന അതിനെ ഹെൽഡ് ചെയ്തിരിക്കുന്ന
ലിഗാൻഡുകളിലുള്ള മൊത്തം ചാർജുകളുടെയും സമ്മിനെയാണ് നമ്മൾ നെറ്റ് ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ PtCl6 2- ഉണ്ടല്ലേ, ആ ഒരു എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ ക്ലോറൈഡ് അയോണിന് എന്താണ് ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ ഓഫ് PT എന്താണ് +4 ആണ് വരുന്നല്ലേ. അപ്പൊ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓരോ -6, അതായത് Cl6 എത്ര വരുന്നുണ്ട്, Cl -1 ആണ്, അപ്പൊ -6 വരുന്നുണ്ട്. അപ്പം നമ്മളിപ്പം PT നമുക്ക് അറിയത്തില്ല, അപ്പൊ അതുകൊണ്ട് നമ്മൾ PT നമ്മൾ എങ്ങനെ എടുക്കാം, PT നമുക്ക് X എന്ന് എടുക്കാം, നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ X എന്ന് എടുത്തു. Cl6 ആണല്ലോ, Cl 6 ഉണ്ട് Cl, ഓരോ Cl-നും -1 ആണ്, അപ്പൊ -1 × 6 -6 വരും. -6 ഈക്വൽ ടു നമ്മൾ എങ്ങനെ എഴുതും, ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ നമുക്ക് ഓൾറെഡി പഠിച്ചതാണ്, എന്നാലും ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. മൊത്തം ആ കോമ്പൗണ്ടിന്റെ ചാർജ് എത്ര ആണ്, 2 - ആണ്, അതായത് -2. അപ്പൊ നമ്മൾ എഴുതുകയാണെങ്കിൽ എക്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, X -6 അല്ലേ, അപ്പൊ ആ -6 അപ്പുറത്തോട്ട് പോവാണെങ്കിൽ +6 ആവും. 6 - 2 എന്ന് പറയുന്നത് എന്താണ്, 4 ആണ് അല്ലെ. അപ്പൊ എക്സിന്റെ ഓക്സിഡേഷൻ നമ്പർ ഓഫ് PT എന്ന് പറയുന്നത് എന്താണ്, +4 ആണ്. 6 - 2 4 ആണ്, സോ +4 ആണ് PT ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. സോ അതാണ്, അങ്ങനെയാണ് നമുക്ക് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാം. സോ അപ്പൊ ഓക്സിഡേഷൻ നമ്പർ ഓഫ് എ കോംപ്ലക്സ് അയോൺ എന്ന് പറയുന്നത് എന്താണ്, മൊത്തം സെൻട്രൽ ആറ്റത്തിനും അതിന് ചുറ്റുമുള്ള ലിഗാൻഡുകളുടെയും എല്ലാം കൂടെ സം ഓഫ് ചാർജസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ആ ഒരു കോംപ്ലക്സ് അയോണിന്റെ മൊത്തത്തിലുള്ള ഓക്സിഡേഷൻ നമ്പർ. ഇനി പാരാമാഗ്നറ്റിസം എന്താണ്, അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ പ്രസൻസ് ഉള്ളത് പാരാമാഗ്നറ്റിസം ഉണ്ട്. അപ്പം ഓരോ ഇലക്ട്രോണും എന്താണ്, ഒരു മാഗ്നറ്റിക് മൊമെന്റ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഒരു സ്പിൻ ആംഗുലർ മൊമെന്റും അതേപോലുള്ള ഒരു മാഗ്നറ്റിക് മൊമെന്റ് ആ ഓരോ അൺപെയ്ഡ് ഇലക്ട്രോണിനും ചുറ്റും ഉണ്ടാവും. അപ്പം ഓരോന്നിനും എന്താണ്, അത് പൊസസ് ചെയ്യുന്നുണ്ട്, ഒരു മാഗ്നറ്റിക് മൊമെന്റ് പൊസസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ അതിന് എന്തുണ്ടാവും, ഒരു സ്പിൻ ആംഗുലർ മൊമെന്റും ഉണ്ടാവും. ഇനി നമ്മൾ എങ്ങനെയാണ് കോർഡിനേഷൻ കോമ്പൗണ്ടിനെ നെയിം ചെയ്യുന്നത്, നോമൻക്ലേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നെയിമിംഗ് എന്നാണ്, പേര് എങ്ങനെയാണ് പറയുക. സോ റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്, എങ്ങനെയാണ് കോർഡിനേഷൻ കോമ്പൗണ്ട് നെയിം ചെയ്യാനുള്ള കുറച്ച് റൂൾസ് ഉണ്ട്. IUPAC കുറച്ച് റൂൾസ് പറയുന്നുണ്ട്. സോ ഒരു കാറ്റയോണിക് കോംപ്ലക്സ് ആണ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, CrNH3 ത്രൈസ്, H2O ത്രൈസ്, Cl2 അല്ലെ. അപ്പം കോർഡിനേഷൻ സ്ഫിയറിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്, ഒരു CR ഉണ്ട്, NH3 3 ഉണ്ട്, H2O 3 ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെയാ പേരിട്ടിരിക്കുന്നത്, ട്രൈഅമീൻ ട്രൈ അക്വാക്രോമിയം 3 ക്ലോറൈഡ് അല്ലെ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു പേരിട്ടിരിക്കുന്നത്. സോ അപ്പൊ എങ്ങനെയാണ് ആ ഒരു പേര് കൊടുക്കുന്നത്, ഇപ്പൊ ഇങ്ങനെ ഇതാണെങ്കിൽ നമ്മൾ ആ ഒരു പേര് അതിന് പറയുന്നത്, ആ ഒരു കോമ്പൗണ്ടിന്റെ പേരെന്ന് പറയുന്നത്. സോ നമ്മൾ മെയിൻ ആയിട്ട് പ്രിഫിക്സസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, എങ്ങനെ നെയിം ചെയ്യണം എന്നുള്ളതിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് പ്രിഫിക്സസ് യൂസ് ചെയ്യാറുണ്ട്. മോണോ, ഡൈ, ട്രൈ, അങ്ങനെയുള്ള പല പ്രിഫിക്സസ് നമ്മൾ എത്ര നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ലിഗാൻഡുകളാണ്, അല്ലെങ്കിൽ ലിഗാൻഡുകളെ നമ്മൾ ആൽഫബറ്റിക് ഓർഡറിലാണ് നെയിം ചെയ്യുന്നത്. അതുപോലെ തന്നെ എത്ര നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ലിഗാൻഡുകളാണ് ഉള്ളത് എന്നുള്ളത്, ക്രോമിയവുമായിട്ട് അല്ലെങ്കിൽ ആ സെൻട്രൽ മെറ്റലാറ്റവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ബോണ്ടഡ് ആയിട്ടുള്ള എത്ര നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ലിഗാൻഡുകൾ ഉണ്ട് എന്നുള്ളതിനനുസരിച്ച് നമ്മൾ മോണോ, ഡൈ, ട്രൈ അങ്ങനെ നമ്മൾ പേര് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അവരെങ്ങനെയാണ് ആൽഫബറ്റിക് ഓർഡറിലുമാണ് നമ്മൾ പറയുന്നത്. സോ സെൻട്രൽ മെറ്റലാറ്റവും ഓക്സിഡേഷൻ സ്റ്റേറ്റും എന്താണ്, നമ്മൾ റോമൻ ന്യൂമറൽ വെച്ചിട്ടായിരിക്കും. അതായത് റോമൻ ന്യൂമറൽ സെൻട്രൽ മെറ്റലാറ്റവും അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, സെൻട്രൽ മെറ്റലാറ്റം ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ +3 എന്ന് പറയാം. അപ്പൊ അതിന്റെ എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ നമ്മൾ റോമൻ ന്യൂമറൽസ്, ഇപ്പൊ 3 നമ്മൾ റോമൻ ന്യൂമറൽ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ പാരാന്തസിസ് ഇങ്ങനെ ബ്രാക്കറ്റിനകത്തിലായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നെയിം ഓഫ് ദ അയണൈസബിൾ അയോൺ നമ്മൾ എഴുതും. പിന്നെ നമ്മൾ എന്ത് എഴുതും, ആനിയോണിക് കോംപ്ലക്സ്. ഓക്കെ, അപ്പം നമ്മൾ അത്രയും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെയിം ഓഫ് ദ അയോണിസിബിൾ അയോൺ എന്ന് പറഞ്ഞത് എന്താണ്, ഏത് അയോണിനെയാണോ അത് അയണൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാ എഴുതുക, ക്ലോറൈഡ് ആണ് അതിനെ അയണൈസ് ചെയ്യുന്ന ആനിയോൺ എന്നുണ്ടെങ്കിൽ ആ ആനിയോണിന്റെ പേര് നമ്മൾ എങ്ങനെ എഴുതാം, നെയിം ഓഫ് ദ അയണൈസബിൾ അയോൺ. ഇപ്പം ക്ലോറിൻ ആയത് Cl2 ആയതുകൊണ്ട് ക്ലോറൈഡ് എന്ന് നമ്മൾ എഴുതും. അപ്പൊ അങ്ങനെയാണ് കാറ്റയോണിക് കോംപ്ലക്സിനെ നമ്മൾ എഴുതുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ആനിയോണിക് കോംപ്ലക്സിനെ എങ്ങനെ എഴുതാം, ഇപ്പം K3FeCN6 എന്നുണ്ട്, നമ്മൾ എങ്ങനെ എഴുതാം, പൊട്ടാസ്യം ഹെക്സാസൈനോ ഫെറേറ്റ് 3 എന്ന് എഴുതും. ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതും, നെയിം ഓഫ് അയണൈസബിൾ മെറ്റൽ എഴുതും. അപ്പൊ ആദ്യമേ അവിടെ എഴുതുന്നത് നെയിം ഓഫ് അയണൈസബിൾ മെറ്റലും അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും എഴുതും. പിന്നെ എങ്ങനെയാണ് നെയിം ഓഫ് ലിഗാൻഡ് ഇൻ ആൻ ആൽഫബറ്റിക് ഓർഡർ അല്ലേ. അപ്പം സൈനോ എന്നുള്ളതിന്റെ അപ്പം എത്ര, ഹെക്സ അല്ലേ, 6 അല്ലേ എന്താണ് CN ഉള്ളത്, അപ്പൊ ഹെക്സ സൈനോ. പിന്നെ അയൺ എന്താണ്, ഏതാണോ മെറ്റൽ ആറ്റം, അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ലൈക്ക് Fe എന്ന് പറയുന്നത് ഫെറേറ്റ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം നമ്മൾ എങ്ങനെ എഴുതും, അയണൈസബിൾ മെറ്റൽ എഴുതും, പൊട്ടാസ്യം എഴുതും, പിന്നെ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. പിന്നെ നമ്മൾ എന്ത് എഴുതും, നെയിം ഓഫ് ലിഗാൻഡ് എഴുതും, ഏത് ലിഗാൻഡ് ആണ് എന്നുള്ളത് അല്ലെ. അപ്പം സൈനോ ആണ്, അപ്പൊ അത് ഹെക്സ എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതും. അത് ആൽഫബറ്റിക് ഓർഡർ എഴുതും. ഇപ്പൊ ഇവിടെ CN മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത് മാത്രം മതി. പിന്നെ എന്റെ സെൻട്രൽ മെറ്റലാറ്റം Fe ആണെന്നുള്ളത് അല്ലെ, +ATE സെൻട്രൽ മെറ്റലാറ്റം ഫെറിക്
പ്ലസ് ATE എപ്പോഴും എഴുതണം, ഫെറൈറ്റ് അങ്ങനെ വരത്തുള്ളൂ ആനയോൺ കോംപ്ലക്സ് എഴുതുമ്പോൾ. അതുകൊണ്ട് പ്ലസ് സെൻട്രൽ മെറ്റൽ ആറ്റം പ്ലസ് ATE എന്ന് കൊടുത്തേക്കുന്നതാണ്. പിന്നെ എന്ത് ചെയ്യണം, അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇപ്പൊ Feയുടെ +3 ആയതുകൊണ്ട് നമ്മൾ റോമൻ ന്യൂമറൽസിൽ അതിന്റെ ബ്രാക്കറ്റ് ഇട്ടിരിക്കും. അപ്പൊ അതേപോലെ തന്നെ എന്താണ്, ഇപ്പം ഡയമീൻ ക്ലോറോ നൈട്രൈറ്റോ N പ്ലാറ്റിനം 2 അല്ലെ. അവിടെ നമ്മൾ എങ്ങനെ എഴുതാം, ആദ്യം ലിഗാനിന്റെ പേര് നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ എഴുതി, പിന്നെ നമ്മൾ എന്ത് എഴുതുന്നു, സെൻട്രൽ മെറ്റലാറ്റം എഴുതുന്നു, അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതുന്നു. സെൻട്രൽ മെറ്റലാറ്റം ഇവിടെ എന്താണ്, പ്ലാറ്റിനം ആണ്, PT. അപ്പൊ അത് പിന്നെ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 നമ്മൾ ഇങ്ങനെ എഴുതും. അപ്പം ഫസ്റ്റ് നമ്മൾ ലിഗാൻഡുകൾ എഴുതണം. അമോണിയ അല്ലേ, അപ്പം NH3 അല്ലേ, അപ്പൊ അമൈൻ ഡൈഅമീൻ രണ്ടെണ്ണം ഉള്ളത്, പിന്നെ ക്ലോറോ Cl ഉണ്ട്, പിന്നെ നൈട്രേറ്റ് അല്ലെ, നൈട്രിറ്റോ, പിന്നെ N പ്ലാറ്റിനം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതും, നൈട്രിറ്റോ പിന്നെ N പ്ലാറ്റിനം 2 അങ്ങനെ നമുക്ക് എഴുതാം. അങ്ങനെയാണ് നമ്മൾ എങ്ങനെ നെയിം ചെയ്യുന്നത്, എന്താണ് കാറ്റോണിക് കോംപ്ലക്സിനെയും ആനോണിക് കോംപ്ലക്സിനെയും നമ്മൾ നെയിം ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് വാലൻസ് ബോണ്ട് തിയറി. അപ്പം കോർഡിനേഷൻ കോമ്പൗണ്ട്സിനകത്തിൽ വാലൻസ് ബോണ്ട് തിയറി എന്താ പറയുന്നത് നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് തിയറി, മെറ്റൽ ഓർ അയോൺ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ലിഗാൻഡ്സ് ഫ്രോം ഇന്നർ ഓർബിറ്റൽ ആൻഡ് ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ്. അപ്പം ലിഗാൻഡുകളുടെ ഇൻഫ്ലുവൻസിൽ ഇരിക്കുന്ന ഒരു മെറ്റലാറ്റം അല്ലെങ്കിൽ അയൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, എപ്പോഴും ഒരു ഇന്നർ ഓർബിറ്റലും ഒരു ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സും, ഈ രണ്ട് കോംപ്ലക്സുകളും എന്ത് ചെയ്യുന്നുണ്ട്, ആ മെറ്റലാറ്റം ഉണ്ടാക്കുന്നുണ്ട്. അതായത് അതേ ഫോം എന്താണ്, ഒരു ഇന്നർ ഓർബിറ്റലും ഫോം ചെയ്യും, ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സും ഫോം ചെയ്യും. ഈ രണ്ട് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസും എന്ത് ചെയ്യും, ഈ ലിഗാൻഡ് ഓർബിറ്റുകളിലെ അതുമായിട്ട് ഓവർലാപ്പ് ചെയ്യാനായിട്ട്, ഈ മെറ്റലാറ്റവുമായിട്ട് എന്താണ് ഓവർലാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ദേ അലോ ടു ഓവർലാപ്പ് വിത്ത് ലിഗാൻഡ് ഓർബിറ്റൽസ്. അപ്പൊ ആ ലിഗാൻഡ് ഓർബിറ്റൽസ് എന്ത് ചെയ്യും, ഈ ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഇലക്ട്രോൺ പേഴ്സിനെ ഡൊണേറ്റ് ചെയ്യും. അപ്പം 6 ലിഗാൻഡുകൾ, ഇപ്പൊ നമ്മൾ എന്താണ് യൂണിഡെൻഡേറ്റ് ആയിട്ടുള്ള 6 ലിഗാൻഡുകളാണെങ്കിൽ അവന് നമുക്ക് ഒക്ടാഹെഡ്രൽ എൻഡൈറ്റി എന്ന് പറയാം. 6 ചേർന്നുകൊണ്ട് നമ്മൾ ഒക്ടാഹെഡ്രൽ ആണല്ലോ ഷേപ്പ് പറയാം. ഇപ്പൊ 6 ലിഗാൻഡ്സ്, യൂണിഡെൻഡേറ്റ് ആയിട്ടുള്ള 6 ലിഗാൻഡ്സ് ഒക്ടാഹെഡ്രൽ എൻഡിറ്റി ആണെങ്കിൽ നമ്മൾ ജനറൽ സെൻട്രൽ ആറ്റം എങ്ങനെയാണ് 3D സീരീസിലായിരിക്കും ബിലോങ് ചെയ്യുന്നത്. ഓക്കെ, ബിലോങ്സ് 3D സീരീസ് ആൻഡ് ലിഗാൻഡ്സ് ക്യാൻ ബി മോണോഡെൻഡേറ്റ് ഓർ ഡൈഡെൻഡേറ്റ്, ബട്ട് കോർഡിനേഷൻ നമ്പർ ഷുഡ് ബി 6. അപ്പം മോണോഡെൻഡേറ്റ് ആയിട്ടുള്ള ലിഗാൻഡും ആവാം, എന്താണ് മോണോഡെൻഡേറ്റ് അല്ലെങ്കിൽ യൂണിഡെൻഡേറ്റ് രണ്ടും സെയിം തന്നെയാണ്, പിന്നെ ഡൈഡെൻഡേറ്റ്. അപ്പൊ അങ്ങനെ ഏത് ടൈപ്പ് ലിഗാൻഡുകളും ആവാം, പക്ഷെ എന്താണ് കോർഡിനേഷൻ നമ്പർ 6 ആയിരിക്കണം. അതുപോലെ തന്നെ ഷേപ്പ് ഓഫ് കോംപ്ലക്സസ് എന്ന് പറയുന്നത് ആയിരിക്കണം ഒക്ടാഹെഡ്രൽ ആയിരിക്കണം. അങ്ങനെ പിന്നെന്താണ് 2 ടൈപ്പ് കോംപ്ലക്സുകൾ ഫോം ചെയ്യുകയും ചെയ്യും. പിന്നെന്താണ് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ്. അപ്പം നമ്മൾ പറഞ്ഞു 2 ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത് അല്ലെ, ഇന്നർ ഓർബിറ്റലും ഫോം ചെയ്യും, ഔട്ടർ ഓർബിറ്റലും ഫോം ചെയ്യും. ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സുകൾ എങ്ങനെയാണ്, വിച്ച് ആർ ഫോംഡ് ഡ്യൂ ടു പാർട്ടിസിപ്പേഷൻ ഓഫ് N-1d ഓർബിറ്റൽസ്. N-1d ഓർബിറ്റൽസ് കാരണമാണ് എന്തുണ്ടാവുന്നത്, ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്, ഹൈബ്രിഡൈസേഷൻ. അപ്പം അവരുടെ ഹൈബ്രിഡൈസേഷൻ എങ്ങനെയായിരിക്കും, D2sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. ഷേപ്പ് ഓഫ് കോംപ്ലക്സ് എന്തായിരിക്കും, ഒക്ടാഹെഡ്രൽ ഷേപ്പ് ആയിരിക്കും. ഇനി ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സുകളാണെങ്കിലോ അവർ ഫോം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ND ഓർബിറ്റൽസിന്റെ പാർട്ടിസിപ്പേഷൻ വഴിയാണ്. മറ്റേതിന്റെ പാർട്ടിസിപ്പേഷൻ ആയിരുന്നു N-1d ഓർബിറ്റൽസിന്റെ ആയിരുന്നു. ഇത് ND ഓർബിറ്റൽസിന്റെ പാർട്ടിസിപ്പേഷൻ വഴിയാണ്. അവരുടെ ഹൈബ്രിഡൈസേഷൻ എന്താണ്, sp3d2 ആണ്. ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സിന്റെ പാർട്ടിസിപ്പേഷൻ എന്തായിരുന്നു, D2sp3 ആയിരുന്നു. ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സുകളുടെ ഹൈബ്രിഡൈസേഷൻ എന്താണ്, sp3d2 ആണ്. പിന്നെ ജനറലി ഹാലൈഡുകളാണ്, അതായത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അങ്ങനെയുള്ള ഹാലൈഡുകളും അതേപോലെ തന്നെ SCN-, H2-, ഇവരൊക്കെ എന്താണ് ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സുകൾ ഫോം ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ മറ്റു ലിഗാൻഡുകൾ എന്താണ് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സുകളായിരിക്കും ഫോം ചെയ്യുന്നത്. സോ ദ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് CONH3 6 times 3+ന്റെ ഒരു ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സിന്റെ ഫോർമേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഓർബിറ്റൽസ് ഓഫ് CO3+ അയോൺസ് ഉണ്ട്, D2sp3 ഹൈബ്രിഡൈസേഷൻ, അപ്പൊ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആയിട്ട് അവർ മാറുന്നുണ്ട്. അപ്പൊ അത്രയും കൂടി ചേർന്നിട്ട് എന്താണ് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. പിന്നെ എന്താണ് NH3 ലിഗാൻഡിനകത്ത് നിന്ന് NH3 6 times അല്ലെ, അപ്പൊ 6 NH3 ഇതിനകത്ത് നിന്ന് എന്താണ് മോളിക്യൂൾസ് നിന്ന് 6 പെയർ ഓഫ് ഇലക്ട്രോൺസ് അതിന്റെ ഉള്ളിലേക്ക് വരും. സോ എല്ലാ ഇലക്ട്രോൺസും എന്താണ് പെയ്ഡ് ആണ്. അതുകൊണ്ട് എന്താണ് എല്ലാവരും പെയ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് എന്തായിരിക്കും കോംപ്ലക്സ് ഡയാമാഗ്നറ്റിക് ആയിരിക്കും അവരുടെ നേച്ചർ എന്ന് പറയും. സോ പിന്നെ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് എങ്ങനെയാണ്, ഓർബിറ്റൽസ് ഓഫ് CO കാണിക്കുന്നുണ്ട്. COF6 3- ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ CO ഔട്ടർ ഓർബിറ്റൽസ് കാണിക്കുന്നുണ്ട്, സിയുടെ ഓർബിറ്റൽസ്. പിന്നെന്താണ്, അപ്പൊ അത്രയും കൂടി ചേർന്നിട്ട് sp3d2 ഹൈബ്രിഡൈസേഷൻ ഫോം ചെയ്യും. sp3d2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. എന്നിട്ട് എന്താണ് 6f- ഇലക്ട്രോൺസ് ചെയ്യുന്ന അതിലേക്ക് എന്ത് ചെയ്യും, ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് വരും. അപ്പൊ അവിടുത്തെ കോംപ്ലക്സിനകത്ത് എന്ത് വരും, അൺപെയർഡ് ഇലക്ട്രോൺസ് വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്തായിരിക്കും ആ കോംപ്ലക്സ് പാരാമാഗ്നറ്റിക് ആയിരിക്കും. അൺപെയർഡ് വരുമ്പോഴാണല്ലോ പാരാമാഗ്നറ്റിക് വരിക. പിന്നെ ജനറലി ഹാലൈഡുകൾ നമ്മൾ പറഞ്ഞു F-, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അതിന്റെയൊക്കെ അയോൺസ്, ലിഗാൻഡുകൾ, ഹാലൈഡുകളുടെ ലിഗാൻഡുകൾ. പിന്നെ എങ്ങനെയാണ് NiCO4, COCO4, ZnNH3 4 2+, അങ്ങനത്തെ കോംപ്ലക്സുകളൊക്കെ എന്താണ് ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സുകളായിരിക്കും ഫോം ചെയ്യുന്നത്. അല്ലാത്തവ എന്ത് ചെയ്യും, ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സുകളായിരിക്കും ഫോം ചെയ്യുന്നത്. സോ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്.
DsP2 ഹൈബ്രിഡൈസേഷൻ വന്നിട്ട് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് 4 പെയർ ഓഫ് എന്താണ് ഫോം ചെയ്യുന്നത്, NiCN4 അല്ല, 4 പെയർ ഓഫ് CN- ഗ്രൂപ്പിൽ നിന്ന് എന്താണ് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സുകൾ ഹാലൈഡുകളുടെ കേസാണ് കേട്ടോ പറയുന്നത്. COCl4 അല്ലെ. അപ്പം ഇവിടെ നമ്മൾ COCl4 ഫോം ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഔട്ടർ ഓർബിറ്റൽസ് ഓഫ് CO എന്താണ് sp3 ഹൈബ്രിഡൈസേഷൻ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അപ്പം അങ്ങനെ 4 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. അങ്ങനെ എന്താണ് 4 CN- ചെയ്യുന്നവരെ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യും. സോ നെക്സ്റ്റ് എന്താണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. ഇപ്പൊ നമ്മൾ പഠിച്ചത് വാലൻസ് ബോണ്ട് തിയറി ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. അപ്പം ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പറയുന്നത് എങ്ങനെയാ, നമ്മൾ നേരത്തെ ഒരു ഏകദേശം പഠിച്ചിട്ടുണ്ട് കെമിക്കൽ ബോണ്ടിങ്ങിനകത്തല്ല, പക്ഷെ ശരിക്കും ക്രിസ്റ്റൽ ഫീൽഡ് തിയറി നമ്മൾ ഇതിനകത്തല്ല പറയുന്നത്. അപ്പം ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പറയുന്നത് വെച്ചാൽ 5 ഡി ഓർബിറ്റൽസ് എന്ത് ചെയ്യും, ലോവർ ഓർബിറ്റൽസ് ആയിട്ടും ഹയർ എനർജി ഓർബിറ്റൽ ലെവലിലായിട്ടും എന്താണ് സ്പ്ലിറ്റ് ചെയ്യും. 5 ഓർബിറ്റൽസ് തന്നെ അവർ 2 ലെവലായിട്ട് എന്ത് ചെയ്യും, ലോവർ ലെവലായിട്ടും ഹയർ എനർജി ലെവലായിട്ടും എന്ത് ചെയ്യും, ഈ ലിഗാൻഡുകളുടെ അപ്രോച്ചിനനുസരിച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ ആ സ്പ്ലിറ്റിംഗ് നടക്കുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്ന് പറയുന്നത്. അപ്പൊ 5 ഡി ഓർബിറ്റൽസ് എന്തായിരിക്കും, ഗേഷ്യസ് ആയിട്ടുള്ള സ്റ്റേറ്റിലായിരിക്കും, ഗ്യാസ് സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുന്നത്, ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കും. അതുപോലെ തന്നെ ഒരു ഗേഷ്യസ് മെറ്റൽ ആറ്റം അല്ലെങ്കിൽ അയോൺ എന്താണ് 5 ഡി ഓർബിറ്റൽസിനും സെയിം എനർജി ഉണ്ടാവുന്നതല്ലേ. അതായത് ഒരു 5 ഡി ഓർബിറ്റൽസ് എന്ന് പറയുന്നത് എന്താണ്, 5നും ഒരേ എനർജി ആയിരിക്കും ഉണ്ടാവുന്നത്. ഒരു ഗേഷ്യസ് മെറ്റൽ ആറ്റത്തിൽ അല്ലെങ്കിൽ അയോണിൽ ഇരിക്കുന്ന 5 ഡി ഓർബിറ്റൽസിനും എന്താണ് സെയിം എനർജി ആയിരിക്കും ഉണ്ടാവുന്നത്. സോ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് നോക്കാം. ഒക്ടാഹെഡ്രൽ കോർഡിനേഷൻ ഉണ്ട്, നമ്മൾ പറഞ്ഞു 6 അല്ലേ ചെയ്യുന്നത്, ഒക്ടാഹെഡ്രൽ ഷേപ്പ് ആണ്. അപ്പൊ ഒക്ടാഹെഡ്രൽ ഷേപ്പിൽ അങ്ങനത്തെ കോർഡിനേഷൻ എൻറ്റിറ്റീസിൽ എങ്ങനെയാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഉണ്ടാവുന്നത് നോക്കാം. സോ ഫസ്റ്റ് എങ്ങനെയാണ്, നമുക്ക് ഇവിടെ ഒരു Δ0 കാണിച്ചിട്ടുണ്ട്. അത് എനർജി സെപ്പറേഷനെയാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ ലോവർ എനർജി ആയിട്ടും ഹയർ എനർജി ആയിട്ടും സെപ്പറേറ്റ് ആവുമെന്ന് പറഞ്ഞല്ലോ. ഈ 5 ഡി ഓർബിറ്റൽസിൽ ലോവർ എനർജി ലെവലായിട്ടും ഹയർ എനർജി ലെവലിലേക്കും കുറച്ച് പേര് സെപ്പറേറ്റ് ആയിട്ട് പോകുന്ന പറഞ്ഞു. അപ്പൊ ആ എനർജി സെപ്പറേഷനെയാണ് Δ0 വെച്ചിട്ട് കാണിച്ചത്. ഇപ്പൊ 2 EG ഓർബിറ്റൽസ്, ഹയർ എനർജി ഓർബിറ്റൽസ്, അതാണ് EG ഓർബിറ്റൽ എന്ന് പറയുന്നത്. അവരെന്താണ് 3/5 Δ0 വെച്ചിട്ട് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അവരുടെ എനർജി എന്ന് പറയുന്നത് 3/5 Δ0 വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യും. 3 T2G ഉണ്ട്, താഴെയുള്ളത് 3, മുകളിൽ 2 EG, താഴെ 2 T2G ആണ് ലോവർ എനർജി ഓർബിറ്റൽസ്. അവരുടെ എനർജി എത്ര വെച്ചിട്ടാണ് ഡിക്രീസ് ചെയ്യുന്നത്, 2/5 Δ0 വെച്ചിട്ട് ഡിക്രീസ് ചെയ്യും. സോ മുകളിൽ 2 പേരുണ്ട്, അവരുടെ EG എന്ന് പറയുന്ന ലെവലിലുള്ളത് അവരാണ് ഹയർ എനർജി ഉള്ളത്. അപ്പൊ അവരുടെ എനർജി എങ്ങനെയാണ് 3/5 Δ0 വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യും. താഴെയുള്ള T2G എന്ന് പറയുന്ന ലെവലിലുള്ളവരുടെ എന്താണ് 2/5 Δ0 വെച്ചിട്ട് ഡിക്രീസ് ചെയ്യും. സോ ഇഫ് Δ0 എന്ന് പറയുന്നത് ലെസ് ദാൻ പി ആണ്, അതായത് ഫോർത്ത് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എങ്ങനെ വരും, ദ ഫോർത്ത് ഇലക്ട്രോൺ എൻറ്റേഴ്സ് വൺ ഓഫ് ദി ഇജി, അതായത് പിന്നെക്കാട്ടിലും പി എന്ന് പറയുന്ന ഓർബിറ്റലിനെക്കാട്ടിലും കുറവാണ് Δ0യുടെ എനർജി എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ നാലാമത്തെ ഇലക്ട്രോൺ എങ്ങനെ എൻറ്റേഴ്സ് വൺ ഓഫ് ദ ഇജി ഓർബിറ്റൽസ് ഗിവിൻ ദ കോൺസെൻട്രേഷൻ കോൺഫിഗറേഷൻ T2G3 EG3 എന്ന് വരും. അതായത് ഇപ്പം 3 വന്നു, നാലാമത്തെ ഇലക്ട്രോൺ വരുമ്പം EG1 ആണ് കേട്ടോ, T2G3 EG1 എന്നാണ്. അതായത് അപ്പം നാലാമത്തെ ഒരു ഇലക്ട്രോൺ വരുന്ന സമയത്ത് അപ്പം അത് EG-യിലോട്ട് പോവുകയാണെങ്കിൽ ആ ഒരു ഓർബിറ്റലിന്റെ കോൺഫിഗറേഷൻ എങ്ങനെ വരുന്നത്, താഴെ ആദ്യം എപ്പോഴും നമുക്കറിയാം ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഫോം ചെയ്യുക, ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഫില്ല് ചെയ്യുക, ഏറ്റവും ലോവസ്റ്റ് എനർജി ലെവൽ എല്ലാം ഫില്ല് ചെയ്തിട്ടല്ലേ ഹയർ എനർജിയിലോട്ട് പോകുള്ളൂ. അപ്പൊ ഇവിടെ തന്നെ നോക്കുമ്പോൾ നമുക്കറിയാം T2G ആണ് ലോവർ എനർജി ലെവൽ. അവിടെ മൂന്നെണ്ണം ഉണ്ട് അല്ലെ, മൂന്ന് എനർജി ലെവൽ അവിടെ ഉണ്ട്. അപ്പം 3 ഓർബിറ്റൽസ് അവിടെ ഉണ്ട്. അപ്പൊ ആ 3 ഓർബിറ്റൽസിനകത്തിലും ഫില്ല് ചെയ്തിട്ട് മാത്രമേ എന്ത് പോകുള്ളൂ, മുകളിലുള്ള 2 EG-യിലോട്ട് അവർ പോകത്തുള്ളൂ. സോ താഴെയുള്ളതാണ് DX5 DX5 DXZ, അതേപോലെ തന്നെ YZ. അപ്പൊ ആ 3 താഴെയും മുകളിൽ DX2 - Y2 DZ2 ആണ് ഉള്ളത്. അപ്പം താഴെയുള്ള 3 ഫില്ല് ചെയ്തിട്ട് മുകളിലോട്ട് ഒരെണ്ണം പോവുകയാണെങ്കിൽ എങ്ങനെ വരും അവരുടെ കോൺഫിഗറേഷൻ, T2G3 EG1 വരും. സോ അതെപ്പോഴാണ് വരിക, Δ0 ലെസ് ദാൻ പി ആകുമ്പോഴാണ് അങ്ങനെ വരിക. അപ്പൊ അങ്ങനെയുള്ള Δ0 എന്ന് പറയുന്ന പീനേക്കാളും കുറവ് വരുന്ന ലിഗാൻഡുകളെ നമ്മൾ എന്താ പറയും, വീക്ക് ഫീൽഡ് ലിഗാൻഡ് എന്ന് പറയും. അവർ ഹൈ സ്പിൻ കോംപ്ലക്സുകളായിരിക്കും ഫോം ചെയ്യുന്നത്. ഇനി Δ0 പീനേക്കാളും കൂടുതലാണെങ്കിൽ എന്താണ്, അവർ കൂടുതലും എന്താണ് എനർജറ്റിക്കലി ഫേവറബിൾ ആയിരിക്കും. അതായത് നാലാമത്തെ ഇലക്ട്രോണിനെയും കൂടെ എങ്ങോട്ട് ഒക്കുപ്പൈ ചെയ്യാൻ പറ്റും, താഴെ തന്നെ ഒക്കുപ്പൈ ചെയ്യാൻ പറ്റും. അതായത് പീനേക്കാളിലും എനർജി അവർക്ക് Δ0 കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരെണ്ണത്തിനെ മുകളിലോട്ട് വിടത്തില്ല, താഴത്തേതും അവർ എന്ത് ചെയ്യും, താഴത്തേല് ആ T2G-ക്കകത്തില് തന്നെ 3 ഓർബിറ്റൽസ് ഉണ്ടല്ലോ, ഓരോ ഓർബിറ്റലും 2 ഇലക്ട്രോൺ വെച്ചിട്ട് ഫില്ല് ചെയ്യാലോ. അപ്പൊ താഴെ തന്നെ ഇവർ എന്ത് ചെയ്യും, അതിനെ ഒക്കുപ്പൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്ത് ചെയ്യും, ഈ മുകളിൽ EG-യിലോട്ട് പോകുന്ന വണ്ണും കൂടെ എവിടെ വരും, T2G-നകത്തിലോട്ട് വരും. അപ്പൊ T2G4 EG0 വരും. സോ ലിഗാൻഡ്സ് വിച്ച് പ്രൊഡ്യൂസ് ദിസ് എഫക്ട് ആർ നോൺ ആസ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്. അപ്പൊ ഇങ്ങനെയുള്ള ലിഗാൻഡുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് എന്ന് പറയും. മുന്നത്തേതിന് എന്താ നമ്മൾ പറഞ്ഞത്,
മുന്നത്തെ എഫക്റ്റിൽ നമ്മൾ പറഞ്ഞ എന്താണ് ഡെൽറ്റ സീറോ പ്ലസ് പിന്നെക്കാട്ടിൽ കുറവാണെങ്കിൽ നമ്മൾ അതിന് എന്താ പറയുന്നത്, വീക്ക് ഫീൽഡ് ലിഗാൻഡ് എന്ന് പറഞ്ഞു. ഇവിടെ ഇങ്ങനത്തെ എഫക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിഗാൻഡുകളെ നമ്മൾ എന്താ പറയും, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് എന്ന് പറയും. അവരെന്താ ഫോം ചെയ്യുന്നത്, ലോ സ്പിൻ കോംപ്ലക്സുകളായിരിക്കും അവർ ഫോം ചെയ്യുന്നത്. അതേപോലെ തന്നെ പി എന്താണ്, എനർജി റിക്വയർഡ് ഫോർ ഇലക്ട്രോൺ പെയറിംഗ് ഇൻ സിംഗിൾ ഓർബിറ്റൽ. ഓക്കെ, അപ്പം പി എന്ന് പറയുന്നത് എന്താണ്, എനർജി റിക്വയർഡ് ഫോർ ഇലക്ട്രോൺ പെയർ. ഒരു സിംഗിൾ ഓർബിറ്റലിൽ എന്താണ്, ലൈക്ക് ഒരു സിംഗിൾ ഓർബിറ്റലിലെ ഇലക്ട്രോൺ പെയറിംഗിന് ആവശ്യമായ എനർജി നമ്മൾ എന്താ പറയുന്നത്, പി എന്നാണ് പറയുന്നത്. സോ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ടെട്രാഹെഡ്രൽ കോർഡിനേഷൻ എന്റിറ്റീസിൽ എങ്ങനെ, ഇപ്പൊ നമ്മൾ എവിടെയാ നോക്കിയത്, ഒക്ടാഹെഡ്രൽ കേസിലാണ് നോക്കിയത് അല്ലെ. അപ്പൊ ഇനി ടെട്രാഹെഡ്രൽ കേസിൽ എങ്ങനെയാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്ന് നോക്കാം. സോ ടെട്രാഹെഡ്രൽ കോർഡിനേഷൻ എന്റിറ്റീസിൽ എന്താണ്, ഡെൽറ്റ ടി എന്ന് പറയുന്നത് 4/9 ഡെൽറ്റ സീറോ, അതായത് ഡെൽറ്റ ഒ എന്ന് പറയുന്നത് ഡെൽറ്റ സീറോ അല്ലെങ്കിൽ ഡെൽറ്റ ഒ എന്ന് പറയാം. സോ ഡെൽറ്റ ഒ എന്ന് പറയുന്നതാണ് ഒക്ടാഹെഡ്രലിനകത്തുള്ളത്. അപ്പൊ ഒക്ടാഹെഡ്രലിനകത്തുള്ള ആ ഒരു സ്പ്ലിറ്റിംഗ് എനർജി എന്നുള്ളത് ഇവിടെ ഡെൽറ്റ ടിയിലോട്ട് വരുമ്പോൾ, ടെട്രാഹെഡ്രലിനകത്ത് വരുമ്പോൾ എന്താണ്, ഡെൽറ്റ ഒനെക്കാട്ടിലും അല്ലെങ്കിൽ ഡെൽറ്റ സീറോനെക്കാട്ടിലും 4/9 ടൈംസ് ആയിട്ട് മാറുന്നുണ്ട് ഇവിടെ ഡെൽറ്റ ടി എന്ന് പറയുന്നത്. സോ കോൺസിക്വന്റ്ലി ഓർബിറ്റൽ സ്പ്ലിറ്റിംഗ് എനർജീസ് എന്താണ്, നോട്ട് സഫിഷ്യന്റ്ലി ലാർജ് ഫോർ ഫോഴ്സിംഗ് പെയറിംഗ് ആൻഡ് ദെയർഫോർ ലോ സ്പിൻ കോൺഫിഗറേഷൻസ് ആർ റെയർലി ഒബ്സർവ്ഡ്. അപ്പൊ ഇവിടെ എന്താണ്, അത്രയും ഓർബിറ്റൽ സ്പ്ലിറ്റിംഗ് എനർജി എന്ന് പറയുന്നതാണ്, ഒരു ഡെൽറ്റ എന്ന് പറയുന്നതാണ് ഓർബിറ്റൽ സ്പ്ലിറ്റിംഗ് എനർജി അല്ലെ. അതെന്ന് പറയുന്നത് എന്താണ്, ഒരു ഫോഴ്സ് പെയറിംഗ് ഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര ലാർജ് ആയിട്ടുള്ള എനർജി അല്ല സ്പ്ലിറ്റിംഗ് എനർജി എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ്, ലോ സ്പിൻ കോൺഫിഗറേഷൻസ് മാത്രമേ എന്താണ്, അങ്ങനെ നമുക്ക് റെയർലി മാത്രമേ ആ ലോ സ്പിൻ കോൺഫിഗറേഷൻസിനെ കാണാനായിട്ട് പറ്റത്തുള്ളൂ. ബിക്കോസ് എന്താ, അവർക്ക് പെയറിംഗ് ഫോഴ്സ് ചെയ്യാനായിട്ടുള്ള അത്രയും സഫിഷ്യന്റ് എനർജി അവർക്കില്ല. സോ ലെസ് ക്രിസ്റ്റലൈസേഷൻ, അതുകൊണ്ട് എന്താണ്, ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി കുറവായതുകൊണ്ട് എന്താണ്, ഇലക്ട്രോൺസിനെ പെയർ ചെയ്യാനായിട്ട് പോസിബിൾ അല്ല. അതുകൊണ്ട് എന്താണ്, ടെട്രാഹെഡ്രൽ കോംപ്ലക്സുകളെല്ലാം എന്താണ്, ഹൈ സ്പിൻ ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താ, പെയറിംഗ് ഫോഴ്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ലോ സ്പിൻ കോൺഫിഗറേഷൻസ് ആണ് റെയർലി ഒബ്സർവ്ഡ് ആണ്. ലോ സ്പിൻ കോൺഫിഗറേഷൻസ് കാണാനേ ഉണ്ടാവില്ല ടെട്രാഹെഡ്രൽ കോർഡിനേഷൻ എന്റിറ്റീസിൽ. അതുകൊണ്ട് കൂടുതലും എന്തായിരിക്കും, ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജിയും കുറവാണ്. അതുകൊണ്ട് ഇലക്ട്രോൺസിനെ ഇതുപോലെ ഫോഴ്സ് ചെയ്ത് പെയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ബാക്കിയുള്ള ടെട്രാഹെഡ്രൽ കോംപ്ലക്സുകളെല്ലാം എന്തായിരിക്കും, ഹൈ സ്പിൻ കോൺഫിഗറേഷൻസ് ആയിരിക്കും കാണിക്കുന്നത്. അപ്പൊ അത്രയുമാണ് ടെട്രാഹെഡ്രലിനകത്തിൽ വരിക. സോ നെക്സ്റ്റ് ആണ് ഐസോമെറിസം. So compounds which have the same molecular formula but different structural formula to be said to be isomerism. അല്ലെ, നമ്മൾ ഐസോടോപ്പ്, ഐസോബാർ അങ്ങനെ കുറെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഐസോമർ എന്താണ്, ഐസോമെറിസം എന്താണ്, ഒരു സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കും പക്ഷെ സ്ട്രക്ചർ ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയുള്ളവ നമ്മൾ എന്തെന്ന് പറയുന്നത്, ഐസോമേഴ്സ് എന്ന് പറയും. പല ടൈപ്പ് ഐസോമെറിസം കാണാനായിട്ട് നമുക്ക് പറ്റും. ഐസോമെറിസം നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഐസോമെറിസം തന്നെ സ്ട്രക്ചറൽ ഐസോമെറിസം ഉണ്ട്, സ്റ്റീരിയോ ഐസോമെറിസം ഉണ്ട്. സ്ട്രക്ചറൽ ഐസോമെറിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സ്ട്രക്ചർ, അതായത് കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ സ്ട്രക്ചറിലുള്ള ഡിഫറൻസ് വഴി ഉണ്ടാവുന്ന ഒരു ഐസോമെറിസം ആണ് സ്ട്രക്ചറൽ ഐസോമെറിസം എന്ന് പറയുന്നത്. സ്റ്റീരിയോ ഐസോമെറിസം എന്താണ്, arises due to different spatial orientation of ligand around the metal ion. ആ ഒരു മെറ്റൽ അയോണിന് ചുറ്റും ഈ ലിഗാൻഡുകൾ ഓറിയന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുന്നതിലുള്ള ഡിഫറൻസ് വഴിയാണ്. മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു, സ്ട്രക്ചേഴ്സ്, അതായത് കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ വഴിയായിരുന്നു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മെറ്റൽ അയോണിന്റെ ചുറ്റും എങ്ങനെയാണ് ഈ ലിഗാൻഡുകൾ സ്പേഷ്യൽ ഓറിയന്റേഷൻ എന്ന് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ഡിഫറൻസ് വഴിയാണ് സ്റ്റീരിയോ ഐസോമെറിസം ഉണ്ടാകുന്നത്. ഇനി സ്ട്രക്ചറൽ ഐസോമെറിസത്തിന് തന്നെ എന്താണ്, 4 ടൈപ്പ് ഉണ്ട്. ഒന്ന് അയണൈസേഷൻ ഐസോമെറിസം, പിന്നെ ഹൈഡ്രേഷൻ ഐസോമെറിസം, ലിങ്കേജ് ഐസോമെറിസം, കോർഡിനേഷൻ ഐസോമെറിസം. സ്റ്റീരിയോ ഐസോമെറിസത്തിന് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ജോമെട്രിക്കൽ ഐസോമെറിസം ഉണ്ട്, ഓപ്റ്റിക്കൽ ഐസോമെറിസം ഉണ്ട്. അങ്ങനെ ടോട്ടൽ എത്ര ഉണ്ട്, 6 ടൈപ്പ് ഐസോമെറിസം ആണ് കാണിക്കുന്നത്. ഐസോമെറിസം തന്നെ സ്ട്രക്ചറിലും ഉണ്ട്, സ്റ്റീരിയോ ഉണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിലുള്ള സ്ട്രക്ചറൽ ഡിഫറൻസ് വഴി ഉണ്ടാവുന്നതാണ് സ്ട്രക്ചറൽ ഐസോമെറിസം. അതുപോലെ തന്നെ സ്റ്റീരിയോ ഐസോമെറിസം എന്താണ്, ആ ഒരു സെൻട്രൽ മെറ്റൽ അയോണിന് ചുറ്റുമായിട്ട് ലിഗാൻഡുകൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്ന, ആ സ്പേഷ്യൽ ഓറിയന്റേഷൻ എങ്ങനെയാണ്, അതിലുണ്ടാവുന്ന ഡിഫറൻസുകൾ വഴിയാണ് സ്റ്റീരിയോ ഐസോമെറിസം ഉണ്ടാവുന്നത്. സോ ഒരേ മോളിക്കുലർ ഫോമിൽ ആയിരിക്കും, സ്ട്രക്ചറിൽ മാത്രം ഇങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുമ്പോൾ ഡിഫറൻസ് ഉണ്ടാവും. അതാണ് ഐസോമർ എന്ന് പറയുന്നത്. അപ്പം സ്ട്രക്ചറൽ ഐസോമെറിസം എങ്ങനെയുണ്ട്, അയണൈസേഷൻ ഐസോമെറിസം ഉണ്ട്, ഹൈഡ്രേഷൻ ഐസോമെറിസം ഉണ്ട്, ലിങ്കേജ് ഐസോമെറിസം ഉണ്ട്, കോർഡിനേഷൻ ഐസോമെറിസം ഉണ്ട്. സ്റ്റീരിയോ ഐസോമെറിസം എങ്ങനെ, ഇതൊക്കെ ടൈപ്പ് ഉണ്ട്, ജോമെട്രിക്കൽ ഐസോമെറിസം ഉണ്ട്, ഒപ്റ്റിക്കൽ ഐസോമെറിസം. പിന്നെ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ആപ്ലിക്കേഷൻ ആണ്. മേജർ ആപ്ലിക്കേഷൻ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്താണ്, അവർ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യും, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, വിച്ച് സെർവ് ടു ഓൾട്ടർ ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. പല കെമിക്കൽ റിയാക്ഷൻസിലും എന്താണ്, അതിന്റെ സ്പീഡിനെ കൂട്ടാനോ കുറയ്ക്കാനോ, ഓൾട്ടർ ചെയ്യാൻ മീൻസ് എന്താണ്, ചേഞ്ച് ചെയ്യാം. അപ്പൊ അങ്ങനെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സെർട്ടൈൻ കോംപ്ലെക്സ് മെറ്റൽ കാറ്റലിസ്റ്റ്, ഫോർ എക്സാമ്പിൾ ലൈക്ക് ഒരു പോളിയെത്തിലീന്റെയും പോളിപ്രൊപ്പിലിന്റെയും ഒക്കെ എന്താണ് പ്രൊഡക്ഷന് കാറ്റലിസ്റ്റ് ആയിട്ട് പല കോംപ്ലെക്സ് മെറ്റൽ കാറ്റലിസ്റ്റുകളും യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ എന്താണ്, വാട്ടറിന്റെ ഹാർഡ്നെസ്, ഓക്കെ, വാട്ടറിന്റെ ഹാർഡ്നെസ് കണ്ടുപിടിക്കാനായിട്ട് ഇവർ യൂസ് ചെയ്യാറുണ്ട് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ലൈക് കാൽഷ്യം മഗ്നീഷ്യം അയോൺ ഫോം കോംപ്ലക്സസ് വിത്ത് EDTA. അപ്പം ദേ ആർ യൂസ്ഡ് ഇൻ എസ്റ്റിമേഷൻ ഓഫ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. കാൽഷ്യം മഗ്നീഷ്യം അയോൺസ് ഒക്കെ എന്താണ്, ഹാർഡ് വാട്ടറിനകത്ത് കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ഒക്കെ സോൾട്ടുകളാണ്.
അപ്പൊ അവരെന്ത് ചെയ്യും, ഈ ഇ ഡി ടി എ വഴി, ഇപ്പൊ ഇ ഡി ടി എ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ, അപ്പം പോളിഡെൻഡേറ്റ് ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ കമ്പോണന്റ് എക്സാമ്പിൾ ആണ് ഇ ഡി ടി എ. അപ്പം ഇ ഡി ടി എന്ത് ചെയ്യും, ഈ ഹാർഡ് വാട്ടറിനകത്തോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാൽഷ്യം മഗ്നീഷ്യം ഒക്കെ ആയിട്ട് എന്താണ് കോംപ്ലക്സുകൾ ഫോം ചെയ്യും. അപ്പൊ അത് ഹാർഡ് വാട്ടർ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ മെറ്റൽ അയോൺസിനെ എസ്റ്റിമേറ്റ് ചെയ്യാനും ഡിറ്റക്ട് ചെയ്യാനും എന്ത് യൂസ് ചെയ്യാൻ പറ്റും, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സിസ്പ്ലാറ്റിൻ പോലെയുള്ള മെഡിസിൻസിനകത്തിലൊക്കെ, അതായത് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിലുള്ള മെഡിസിൻസ് ആയിട്ടുള്ള സിസ്പ്ലാറ്റിൻ പോലെയുള്ള മെഡിസിൻസിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ വൈഡ് വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. അതേപോലെ തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ പല എക്സാമ്പിൾസ് ആണ് ലൈക്ക് മെറ്റലോ എൻസൈംസ് എന്ന് പറയും. ഓക്കെ, സിങ്ക് കോംപ്ലക്സ് എൻസൈംസ് ഒക്കെ ഉണ്ട്, മെറ്റലുമായിട്ട് ചേർന്നുള്ള കോർഡിനേഷൻ കോംപ്ലക്സ് മെറ്റലോ എൻസൈംസ്. ഇപ്പം സിങ്ക് കോംപ്ലക്സ് എൻസൈംസ് ഉണ്ട്, കാർബോണിക് ആൻഹൈഡ്രേറ്റ്സ്. പിന്നെന്താണ് അവര് ബഫറിംഗ്, ബ്ലഡിനകത്തിലെ ബഫറിംഗ് റിയാക്ഷൻസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ കാർബോണിക് ആൻഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്ന സിങ്ക് കോംപ്ലക്സ് എൻസൈം എന്ന് പറയുന്നത്. പിന്നെ കോപ്പർ കോംപ്ലക്സ് എൻസൈംസ് ഉണ്ട്, അത് അയോൺ സ്റ്റോറേജിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഹെയറിലും സ്കിന്നിലും ഐസിലും ഒക്കെ എന്താണ് പിഗ്മെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, ഹെയറിന്റെയും സ്കിന്നിന്റെയും കണ്ണിന്റെയും ഒക്കെ എന്താണ് പിഗ്മെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും ഈ അയൺ സ്റ്റോറേജിന് ആവശ്യമായിട്ടുള്ള കോപ്പർ കോംപ്ലക്സ് എൻസൈംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെ എന്താണ് നമ്മുടെ ബോഡിയിലാണെങ്കിലും അല്ലാണ്ട് മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും എന്താണ് നമ്മൾ ഹാർഡ് വാട്ടർ ടെസ്റ്റ് ചെയ്യാനും അങ്ങനെ പല രീതിയിൽ എന്താണ് പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രിയൽ ആയിട്ട് പോളിയെത്തിലീൻ പോളിപ്രോപ്പിലീൻ അതിന്റെയൊക്കെ പ്രൊഡക്ഷൻ ഒക്കെ എന്താണ് ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് വളരെ അത്യാവശ്യമായിട്ടുള്ള കോമ്പൗണ്ടുകളാണ്. ഇനി കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ കളർ ഉണ്ടാവും നമ്മൾ പഠിച്ചാൽ. അപ്പം അതെങ്ങനെയാ ഉണ്ടാവുക? ഇൻ കോംപ്ലക്സ് കോമ്പൗണ്ട്സ് ഡി ഓർബിറ്റൽ സ്പ്ലിറ്റ് ഇൻ ടു സെറ്റ്സ്. അതായത് ഡി ഓർബിറ്റൽ എങ്ങനെയാണ് T2G ആയിട്ടും EG ആയിട്ടും മാറും നമ്മൾ പഠിച്ചു അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയും പറഞ്ഞു, നമ്മൾ വാലൻസ് ബോണ്ട് തിയറിയും പറഞ്ഞു. രണ്ട് മാത്രം നമ്മൾ പറഞ്ഞായിരുന്നു. സോറി, ക്രിസ്റ്റൽ ഫീൽഡ് തിയറിക്ക് അതിൽ നമ്മൾ പറഞ്ഞായിരുന്നു. നമ്മൾ എന്താണ് ഈ ഒരു ഒക്ടാഹെഡ്രൽ ക്രിസ്റ്റൽ ഫീൽഡ് ആണെങ്കിലും ടെട്രാഹെഡ്രൽ ക്രിസ്റ്റൽ ഫീൽഡ് ആണെങ്കിലും എന്താണ് ഡി ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് T2G EG ആയിട്ട് മാറും നമ്മൾ പറഞ്ഞല്ലേ. അപ്പം ആ ഒരു T2G EG ആയിട്ട് രണ്ട് സെറ്റ് ആയിട്ട് ഡി ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്യും. സോ ദീസ് ഹാവ് ഡിഫറെന്റ് എനർജീസ്. അപ്പൊ ഓൾറെഡി പറഞ്ഞു ലോവർ എനർജിയും ഹയർ എനർജി അല്ലേ, T2Gക്ക് ലോവർ എനർജി, EGക്ക് ഹയർ എനർജി. ആ ഡിഫറൻസ് ഇൻ എനർജി എങ്ങനെയാണ് ഈ വിസിബിൾ റീജിയനിലോട്ട്, ഡിഫറൻസ് ഇൻ എനർജി വിസിബിൾ റീജിയനിലായിരിക്കും കാണുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ വിസിബിൾ റീജിയനിലോട്ട് ആ ഒരു എനർജി ഡിഫറൻസ് വരുമ്പോൾ എന്താണ് ഇലക്ട്രോൺസ് ഈ T2G എന്താണ് EG എന്താണ് ജമ്പ് ചെയ്യും. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എനർജി കിട്ടുമ്പോൾ എന്താണ് ഈ ഇലക്ട്രോൺസിന് എനർജി കിട്ടിയിട്ടല്ലേ ഒരു ഹയർ സ്റ്റേറ്റിലോട്ട് പോകുന്നത്. അപ്പൊ ഒരു T2G ലെവലിൽ നിന്ന് EG ലെവലിലോട്ട് ജമ്പ് ചെയ്യും. അതിന് നമ്മൾ എന്താന്ന് പറയുന്നത് DD ട്രാൻസിഷൻ. ഒരു ഡിക്കകത്തിൽ തന്നെ എന്താണ് ലൈക്ക് 5 ഡി ഓർബിറ്റൽസ് ഉണ്ട്, അതിൽ തന്നെ 3 താഴെയും 2 മുകളിലായിട്ട്. അപ്പൊ അങ്ങനെ ഒരു DD ട്രാൻസിഷൻ ഉണ്ടാവും അവര് തമ്മിൽ തന്നെ. അങ്ങനെ എന്ത് ചെയ്യും, ആ ഒരു DD ട്രാൻസിഷൻ വഴി എന്താണ് ആ ഒരു വിസിബിൾ സ്പെക്ട്രത്തിൽ നിന്ന് അവർക്ക് റേഡിയേഷനെ അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും, ഓരോ കളർ അവർക്ക് കാണിക്കാനായിട്ട് പറ്റും ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്. അപ്പൊ നമുക്ക് ഇങ്ങനെ പല കോർഡിനേഷൻ എൻറ്റിറ്റീസ്, പല കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ അവരുടെ വേവ് ലെങ്ത് കാണിച്ചിട്ടുണ്ട്. അവർ ഏത് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, അപ്പൊ ഏത് ലൈറ്റ് അവർ റിഫ്ലക്ട് ചെയ്യുന്നു എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പൊ യെല്ലോ ലൈറ്റിനെ അബ്സോർബ് ചെയ്താൽ വയലറ്റ് കാണിക്കും, ബ്ലൂ ഗ്രീനെ അബ്സോർബ് ചെയ്താൽ റെഡ് കാണിക്കും, ബ്ലൂവിനെ അബ്സോർബ് ചെയ്താൽ യെല്ലോ ഓറഞ്ച് കാണിക്കും. അപ്പൊ ഏത് കളറാണ് അവർ അബ്സോർബ് ചെയ്യുന്നത്, ഏത് കളറാണ് അവർ ഷോ ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. പിന്നെ പല ടൈപ്പ് കോംപ്ലക്സുകൾ പഠിച്ചിട്ടുണ്ട്. ആനയോണിക് കോംപ്ലക്സിന്റെ എക്സാമ്പിള്, കാറ്റോണിക് കോംപ്ലക്സിന്റെ എക്സാമ്പിള് ന്യൂട്രൽ കോംപ്ലക്സ്. അപ്പം NiCO4 ടൈംസ് എന്നുള്ള എന്താണ് ന്യൂട്രൽ കോംപ്ലക്സിന്റെ എക്സാമ്പിൾ ആണ്. ഇത്രയും കാര്യങ്ങളാണ്. ഇത് ഓരോന്നും ആനയോണിക് കോംപ്ലക്സും കാറ്റോണിക് കോംപ്ലക്സും നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. ന്യൂട്രൽ കോംപ്ലക്സും കൂടെ നോക്കണം. അപ്പൊ അതിന്റെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിളേ ഉള്ളൂ. അതും കൂടെ എന്താണ് ആ ഒരു കോമ്പൗണ്ട് കൃത്യമായിട്ട് എഴുതാനായിട്ടുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പൊ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. പിന്നെ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസും അതിന്റെ തന്നെ ആൻസേഴ്സും തന്നിട്ടുണ്ട്. അപ്പം ചാപ്റ്റർ പഠിച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ എന്ത് ചെയ്യാൻ നിങ്ങൾ ചെയ്തു. അത്രയും കാര്യങ്ങളാണ് നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സിനകത്ത് പഠിക്കാനായിട്ട്.